എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 30-ാമത്തെ സർഗത്തിലെ 23-ാമത്തെ ശ്ലോകം മുതൽ 27-ാമത്തെ ശ്ലോകം വരെയുള്ള ഭാഗങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ പോണത്. എല്ലാത്തിലും അനുഷ്ഠുപ്പ് വൃത്തം തന്നെയുള്ളൂ. സർഗാന്തത്തിലെ വൃത്തം മാറണമൊന്നുമില്ല. ഒരു ചെറിയ സർഗമാണിത്. 27 ശ്ലോകങ്ങളേ ഉള്ളൂ. നമുക്ക് 23-ാമത്തെ ശ്ലോകം ആദ്യം നോക്കാം. സുബാഹൂരസി ചിക്ഷേപ സവിദ്ധഃ പ്രാപതദ്ഭുവി ശേഷാൻ വായവ്യമാദായ നിജഘാനമഹായശാഃ. ആ ഒരു അസ്ത്രം, ആഗ്നേയാസ്ത്രം പ്രയോഗിക്കാനാണ് പുറപ്പെട്ടത് ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞിട്ട് എന്നുള്ളത് നമ്മൾ കണ്ടുല്ലോ. അതിന് ആ ഒരു അസ്ത്രം പ്രയോഗിച്ചപ്പോൾ നേരെ കൊണ്ടത് സുബാഹുവിൻ്റെ മാറിലായിരുന്നു. അതാണ് സുബാഹൂരസി ചിക്ഷേപ. ആ അസ്ത്രം നേരെ ചെന്ന് വീണത് സുബാഹുവിൻ്റെ മാറിടത്തിലാണ്. ആ സുബാഹു എന്നു പേരുള്ള രാക്ഷസൻ സവിദ്ധ പ്രാപതദ്ഭുവി, മുറിവേറ്റിട്ട്, വിദ്ധ എന്ന് വെച്ചാൽ ആ അസ്ത്രം കൊണ്ട് മുറിവേറ്റിട്ട്, ഭുവി പ്രാപതത്, നിലത്തേക്ക് ഭൂമിയിലേക്ക് വീഴുകയുണ്ടായത്. ആദ്യം പറഞ്ഞത് മാരീചൻ്റെ മേലെ അസ്ത്രം കൊണ്ടപ്പോൾ മാരീചൻ്റെ മേലേക്ക് പ്രയോഗിച്ച മാനവം എന്ന പേരുള്ള അസ്ത്രം തണുപ്പുള്ള മരവിപ്പിക്കുന്ന അസ്ത്രമായിരുന്നു. മാരീചനെയും കൊണ്ടത് കടലിൽ കൊണ്ടിട്ടു എന്നാണ് പറഞ്ഞത്. ഇവിടെ ആവട്ടെ സുബാഹുവിൻ്റെ മേല് ആഗ്നേയാസ്ത്രം കൊള്ളല്ലേ, ആ സമയത്ത് തന്നെ സുബാഹു ഭൂമിയിലേക്ക് വീഴുകയും ചെയ്തു. ബാക്കി അപ്പോൾ പിന്നെ ആ അസ്ത്രം പിന്നെ പ്രയോഗിക്കാൻ പറ്റില്ലല്ലോ. സുബാഹുവിൻ്റെ മേല് കൊണ്ട് സുബാഹു താഴത്തേക്ക് വീണു മരിച്ചു. അപ്പോൾ ബാക്കി പിന്നാലെ വരുന്നവരായിട്ടുള്ള എല്ലാ രാക്ഷസന്മാരെയും മറ്റൊരസ്ത്രം പ്രയോഗിച്ചിട്ടാണ് തുരത്തിയത്. അതാണ് വായവ്യം. ശേഷാൻ വായവ്യമാദായ മഹായശാഹ നിജഘാന. ശേഷാൻ രാക്ഷസൻ, പിന്നാലെ വന്നവരായിട്ടുള്ള എല്ലാ രാക്ഷസന്മാരെയും വായവ്യം എന്നു പേരുള്ള അസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് മഹായശാഹ നിജഘാന, മഹായശസ്വിയായിട്ടുള്ള ശ്രീരാമൻ അവരെയൊക്കെ ഇല്ലാതെയാക്കി വധിച്ചു എന്നർത്ഥം. അതാണ് നിജഘാന എന്ന് പറഞ്ഞാൽ വധിച്ചു എന്നർത്ഥം. അപ്പോൾ സുബാഹു ഭൂമിയിലേക്ക് വീണു. ബാക്കി എല്ലാ അസുരന്മാരെയും വായവ്യം, രാക്ഷസന്മാരെയും വായവ്യം എന്നു പേരുള്ള അസ്ത്രം കൊണ്ട് വധിച്ചു. മാരീചനെ മാത്രം സമുദ്രത്തിൽ കൊണ്ട് മുക്കി. അതാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ രാവണൻ്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് മാരീചൻ പിന്നെ അവിടുന്ന് രാവണൻ്റെ നിർദ്ദേശമനുസരിച്ചിട്ട് സ്വർണ്ണമാനായിട്ട് വരണമല്ലോ. അതുകൊണ്ടാണ് മാരീചനെ വധിക്കാഞ്ഞത്. അങ്ങനെ അതിനുശേഷം 24-ാമത്തെ ശ്ലോകം നോക്കാം. രാഘവ പരമോദാരോ മുനീനാം മുദമാവഹൻ സഹത്വാ രാക്ഷസാൻ സർവാൻ യജ്ഞഘ്നാൻ രഘുനന്ദന. രാഘവ പരമോദാരോ മുനീനാം മുദമാവഹൻ. ആ രാഘവൻ എന്തു ചെയ്തു? പരമോദാരനായിട്ടുള്ള, അതായത് മുനിമാർക്ക് വേണ്ടിയിട്ട് ശക്തമായിട്ടുള്ള യുദ്ധം ചെയ്ത് ഉദാരമായ മനസ്സോടു കൂടിയിട്ട് മുനിമാരെ മുഴുവനും രക്ഷിച്ച് രാക്ഷസന്മാരെയൊക്കെ വധിച്ചവനായിട്ടുള്ള ആ ശ്രീരാമൻ എന്തു ചെയ്തു? മുനീനാം മുദം ആവഹൻ, മുനിമാർക്കൊക്കെ സന്തോഷത്തെ വർദ്ധിപ്പിച്ചു കൊടുത്തു. ഇനി തങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള യാഗം മുടക്കാൻ ആരും വരില്ലല്ലോ എന്നുള്ള ആ ഒരു സന്തോഷത്തോടു കൂടിയിട്ടാണ് പിന്നീട് മുനിമാർ ശ്രീരാമനോട് ഇടപഴകിയത്. അവരുടെ സന്തോഷമൊക്കെ വളരെയധികം വർദ്ധിച്ചു. അതിന് കാരണം പറയാണ്, സഹത്വാ രാക്ഷസാൻ സർവാൻ യജ്ഞഘ്നാൻ സഹ രഘുനന്ദന. ആ രഘുനന്ദനൻ ആ മുനിമാർക്ക് വേണ്ടി എന്താ ചെയ്തു കൊടുത്തത്? യജ്ഞഘ്നാൻ സർവാൻ രാക്ഷസാൻ ഹത്വാ. അതടുത്ത വരിയിലേക്ക് ചേർന്നാണ് നിൽക്കുന്നത്. അതടുത്ത് ഇപ്പോൾ അത് ചൊല്ലിയിട്ട്, ആ ശ്ലോകം കൂടി ചൊല്ലിയിട്ട് ഒരുമിച്ച് പറയാൻ പറ്റും. അങ്ങനെ യജ്ഞത്തെ നശിപ്പിക്കുന്നവരായിട്ടുള്ള സകല രാക്ഷസന്മാരെയും ശ്രീരാമൻ വധിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് എല്ലാ ഋഷീശ്വരന്മാർക്കും അത്യധികം സന്തോഷമായി. മുദം ആവഹൻ, മുദം എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നാണ് അർത്ഥം. മുത്ത് എന്നൊക്കെ പറഞ്ഞാൽ സന്തോഷം എന്നാണ് അർത്ഥം. അതുകൊണ്ടാണല്ലോ മുത്ത് എന്നുള്ളത് ശരിക്കും സംസ്കൃത വാക്കാണ്. മുത് എന്നുള്ള വാക്കിൽ നിന്നുണ്ടാവുന്നതാണ്. നമ്മളിപ്പോൾ അത് മലയാളം പോലെ പ്രയോഗിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ സന്തോഷം വർദ്ധിപ്പിക്കുന്ന വസ്തുക്കളെയൊക്കെ നമ്മൾ മുത്താണ്, ചക്കര മുത്ത് എന്നൊക്കെ മലയാളത്തിൽ നമ്മൾ പറയണത് ആ അർത്ഥത്തിലാണ്, സന്തോഷം വർദ്ധിപ്പിക്കുന്ന വസ്തു എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഇവിടെ 2-ാമത്തെ വരിയിൽ സഹത്വ രാക്ഷസാൻ സർവാൻ എന്ന് പറഞ്ഞുല്ലോ. അവിടുത്തെ സ എന്നുള്ള അക്ഷരം 2-ാമത്തെ 1000ൻ്റെ ആരംഭമാണ് എന്ന് ലീലാവതി ടീച്ചർ എടുത്ത് പറയുന്നുണ്ട്. 1000 അല്ല, 1000ന് കുറച്ചുകൂടിയും 1000ൽ ചില്ലുവാനം ശ്ലോകങ്ങളായിട്ടുണ്ട്. പക്ഷേ പഴയ കണക്ക് വച്ചിട്ട് ഇതിന് തൊട്ട് മുമ്പുള്ള വരി
രാഘവ പരമോദാരോ എന്ന് തുടങ്ങുന്ന വരിയിൽ 999 തീരുകയും സഹത്വ രാക്ഷസാൻ എന്നുള്ള ദിക്കിൽ 1001 ആരംഭിക്കുകയാണ് എന്ന് സൂക്ഷ്മമായിട്ട് പഠിച്ചിട്ട് പലരും പറഞ്ഞിട്ടുള്ളതായിട്ടാണ് ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടല്ലോ, തത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി എന്നുള്ളതിൽ സ എന്നുള്ള അക്ഷരത്തിൽ 1000 കഴിഞ്ഞിട്ട് വരുന്ന ശ്ലോകമാണ്. സ എന്നുള്ള അക്ഷരത്തിലാണത് തുടങ്ങുന്നത്. അങ്ങനെ 24,000 ശ്ലോകങ്ങളുണ്ട് രാമായണത്തിൽ എന്നാണല്ലോ പറയണത്. അതാണിവിടെ സൂചിപ്പിച്ചത്. 25ാമത്തെ ശ്ലോകം നോക്കാം. ഋഷിഭിഃ പൂജിതസ്തത്ര യഥേന്ദ്രോ വിജയേ പുരാ അധ യജ്ഞേ സമാപ്തേ തു വിശ്വാമിത്രോ മഹാമുനി. 26 കൂടി ചൊല്ലാം. നിരീതികാദിശോ ദൃഷ്ട്വാ കാകുത്സ്ഥമിദമബ്രവീത് കൃതാർത്ഥോസ്മി മഹാബാഹോ കൃതം ഗുരുവചസ്ത്വയാ. കഴിഞ്ഞ ശ്ലോകത്തിൽ ചേർത്തിട്ട് പറയേണ്ടതാണ്. എല്ലാ രാക്ഷസന്മാരെയും, യജ്ഞത്തെ നശിപ്പിച്ച രാക്ഷസന്മാരെയൊക്കെ വധിച്ചപ്പോൾ ഋഷിമാർക്ക് സന്തോഷമായി എന്ന് പറഞ്ഞുല്ലോ. അങ്ങനെ ഋഷിഭി പൂജിതസ്തത്ര, ഋഷിമാരാൽ പൂജിക്കപ്പെട്ടവനായ ആ ശ്രീരാമൻ ഏതുപോലെയായി? പുരാ വിജയേ ഇന്ദ്രഹ യഥ, പണ്ട് അസുരന്മാരെ രാക്ഷസന്മാരെയൊക്കെ നിഗ്രഹിച്ചിട്ട് ഇന്ദ്രൻ എപ്രകാരമാണോ ജയിച്ച് വിലസിയത്, അപ്പോൾ എങ്ങനെയാണോ ദേവന്മാരും അതുപോലെ തന്നെ ഋഷീശ്വരന്മാരും ഒക്കെ ഇന്ദ്രനെ പൂജിച്ചത്, അതുപോലെ ഋഷിമാരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ശ്രീരാമനെ ആരാധിച്ചു. അങ്ങനെ ദിവസങ്ങളെ കൊണ്ട് യജ്ഞം അവസാനിച്ചു. അതാണ് അധ യജ്ഞേ സമാപ്തേതു. അങ്ങനെ യജ്ഞം അവസാനിച്ചു. രാക്ഷസന്മാരുടെ ആക്രമണങ്ങളൊന്നും ഇല്ലാതെ വളരെ ഭംഗിയായിട്ട് യാഗം അവസാനിച്ചപ്പോൾ വിശ്വാമിത്ര മഹാമുനി എന്തു ചെയ്തു? അതാണ് യജ്ഞേ സമാപ്തേതു വിശ്വാമിത്രോ മഹാമുനി. മഹാമുനിയായിട്ടുള്ള വിശ്വാമിത്രൻ ആ ചുറ്റുപാടുമൊക്കെ നോക്കിയിട്ട് കാട്ടിലൊക്കെ പരമമായിട്ടുള്ളൊരു ശാന്തിയൊക്കെ തളം കെട്ടി നിൽക്കുന്നത് കണ്ടിട്ട് പറയാണ്. അതാണ് പറയണത്, നിരീതികാ ദിശോ ദൃഷ്ട്വ. ഈതി എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള അസ്വസ്ഥതകളാണ്. എന്താണ്? അതിവൃഷ്ടി, അനാവൃഷ്ടി, ശലഭ, മൂഷക, ഖഗ, പിന്നെ പ്രത്യാസന്നശ്ച രാജ, താഹ ഈതയസ്മൃതാഹ, ഷഡേതാഹ ഈതയസ്മൃതാഹ. ഇതിനെയാണ് 6 ഈതികൾ എന്ന് പറയണത്. ഇതൊക്കെ ഒരു രാജ്യത്ത് അസ്വസ്ഥതകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങളൊക്കെ സൃഷ്ടിക്കുന്നതാണ്. ഇപ്പോൾ രാക്ഷസന്മാരെയൊക്കെ വധിച്ചു കഴിഞ്ഞതിന് ശേഷം ചുറ്റുപാട് നോക്കുമ്പോൾ ഒന്നുമില്ല, ഈതികളൊന്നുമില്ല, ഒരു തരത്തിലുള്ള ശല്യങ്ങളും ഇല്ല എന്നർത്ഥം. ആ ശല്യങ്ങളൊന്നും ഇല്ലാത്ത ദിക്കുകൾ കണ്ടിട്ട് ആ യാഗം എത്ര ഭംഗിയായിട്ടാണ് തീർന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വിശ്വാമിത്ര മഹാമുനി എന്തു ചെയ്തു? കാകുത്സ്ഥം ഇദം അബ്രവീത്. കാകുത്സ്ഥനോട്, ശ്രീരാമനോട് ഇപ്രകാരം അബ്രവീത് പറഞ്ഞു. എന്താ പറഞ്ഞത്? കൃതാർത്ഥോസ്മി മഹാബാഹോ കൃതം ഗുരുവചസ്ത്വയ. ഞാൻ കൃതാർത്ഥനായി, കൃതാർത്ഥോസ്മി. കുറേ കാലങ്ങളായിട്ട് യാഗം പരിപൂർത്തി വരുത്താൻ, പരിപൂർണമായിട്ട് നടത്താൻ പറ്റാതിരിക്കുകയായിരുന്നു ഞാൻ. ഇപ്പോൾ ഇതാ വളരെ ഭംഗിയായിട്ട് യാഗം നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ കൃതാർത്ഥനാണ്. നീ മഹാബാഹു തന്നെ. കയ്യിൻ്റെ ബലം, കയ്യൂക്ക് ഞാനിവിടെ കണ്ടു. യാഗത്തിനെ ആക്രമിക്കാനായിട്ട് വന്ന എല്ലാ രാക്ഷസന്മാരെയും നീ ഇല്ലായ്മ ചെയ്തു. നീ എപ്രകാരമാണ് പെരുമാറുമെന്ന് ഗുരു, അതായത് വസിഷ്ഠൻ പറഞ്ഞത്, അല്ലെങ്കിൽ ദശരഥൻ എങ്ങനെയായിരുന്നോ നിന്നെപ്പറ്റി പ്രതീക്ഷിച്ചത്, അതേപോലെ തന്നെ നീ പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. അതാണ് കൃതം ഗുരുവചസ്ത്വയ. ഗുരു എന്താണോ പറഞ്ഞത്, അല്ലെങ്കിൽ ആരാണോ നിനക്ക് ഈ അസ്ത്രവിദ്യകളൊക്കെ ഉപദേശിച്ച് തന്നിരിക്കുന്നത്, അവർ പറഞ്ഞതുപോലെ തന്നെ നീ വളരെ കൃത്യമായിട്ട് ആക്രമണങ്ങൾ നടത്തി രാക്ഷസന്മാരെയൊക്കെ ഇല്ലായ്മ ചെയ്തിരിക്കുന്നു. എന്നിട്ട് 27ാമത്തെ ശ്ലോകം, അവസാനത്തെ ശ്ലോകം കൂടി പറയാം. സിദ്ധാശ്രമമിദം സത്യം കൃതം വീരമഹായശ സഹി രാമം പ്രശസ്യൈവം താഭ്യാം സന്ധ്യാമുപാഗമത്. മഹായശ, മഹായശ എന്ന് പറഞ്ഞാൽ സംബോധനയാണ്. മഹായശസ്വിയായിട്ടുള്ള അല്ലയോ ശ്രീരാമ, ഇതം സിദ്ധാശ്രമം സത്യം കൃതം, അല്ലയോ വീര, ഈ സിദ്ധാശ്രമത്തെ ശരിക്കും സിദ്ധാശ്രമമാക്കിയത് ഇപ്പോൾ നീയാണ്. പണ്ട് വാമനമൂർത്തിയായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണു ഇവിടെ വസിച്ചപ്പോൾ ഇത് സിദ്ധാശ്രമം തന്നെയായിരുന്നു. പിന്നീട് പല പല കാരണങ്ങളെ കൊണ്ടും ഈ രാക്ഷസന്മാരുടെ ആക്രമണങ്ങൾ, നശിപ്പിക്കലുകൾ കൊണ്ടൊക്കെ ഇതിന് സിദ്ധാശ്രമം എന്ന പേര് വെറുതെ പേര് പറയുമായിരുന്നു. അതിന് അന്വർത്ഥമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നിന്റെ ഇടപെടൽ കാരണം
അല്ലയോ ശ്രീരാമ, ഈ ആശ്രമം സിദ്ധാശ്രമം തന്നെയായി. എല്ലാ സിദ്ധികളും ഇവിടെ ഇരുന്ന് യാഗാദി കർമ്മങ്ങൾ ചെയ്താൽ കിട്ടും എന്ന അവസ്ഥയിലേക്ക് നീയാണ് ഇതിനെ മാറ്റിയത് എന്ന് അഭിനന്ദിച്ചുകൊണ്ട് സഹിരാമം പ്രശസ്യ. ഏവം ഇപ്രകാരം രാമനെ വിശ്വാമിത്ര മഹർഷി പ്രശംസിച്ചുകൊണ്ട് താഭ്യാം ആ ബാലകന്മാരോട് കൂടിയിട്ട് ശ്രീരാമനോടും ലക്ഷ്മണനോടും കൂടിയിട്ട് സന്ധ്യാം ഉപാഗമത് സന്ധ്യയെ ഉപാസിക്കാനായിട്ട് നദിയിലേക്ക് പോയി എന്നർത്ഥം. അങ്ങനെ വളരെ കൃത്യമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ട് രാക്ഷസന്മാരെയൊക്കെ ഇല്ലായ്മ ചെയ്ത് സിദ്ധാശ്രമത്തെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ധന്യമാക്കി എന്നർത്ഥം. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. സുബാഹൂരസി ചിക്ഷേപ സവിദ്ധ പ്രാപതദ്ഭുവി ശേഷാൻ വായവ്യമാദായ നിജഘാനമഹായശാഃ രാഘവഃ പരമോദാരോ മുനീനാം മുദമാവഹൻ സഹത്വാ രാക്ഷസാൻ സർവാൻ യജ്ഞഘ്നാൻ രഘുനന്ദന ഋഷിഭിഃ പൂജിതസ്തത്ര യഥേന്ദ്രോ വിജയേ പുരാ അഥ യജ്ഞേ സമാപ്തേ തു വിശ്വാമിത്രോ മഹാമുനി നിരീതികാദിശോ ദൃഷ്ട്വാ കാകുത്സ്ഥമിദമബ്രവീദ് കൃതാർത്ഥോസ്മി മഹാബാഹോ കൃതം ഗുരുവചസ്ത്വയാ സിദ്ധാശ്രമമിദം സത്യം കൃതം വീരമഹായശ സഹിരാമം പ്രശസ്യൈവം താഭ്യാം സന്ധ്യാമുപാഗമത്. അങ്ങനെ സന്ധ്യാവന്ദനമൊക്കെ ചെയ്തിട്ട് രാത്രി കഴിച്ചു കൂട്ടാനായിട്ട് ശ്രീരാമനും ലക്ഷ്മണനും വിശ്വാമിത്ര മഹർഷിയും കൂടി പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഈ സർഗം ഇവിടെ പര്യവസാനിക്കുകയാണ്. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.